പ്രസവം റിസ്കി ആകാനുള്ള പല കാരണങ്ങൾ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ പ്രസവം പണ്ട് കാലങ്ങളിൽ പ്രസവം ഈസി ആയിരുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൻ്റെ കുറവ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം ആവശ്യത്തിന് ഒരുപാടൊന്നും കഴിക്കാനൊന്നും കാണത്തില്ല. അപ്പോൾ ഈ കുട്ടി അങ്ങനെ ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടി അങ്ങനെ അധികം വലുതാവത്തില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു. വീടുകളിലെ ഒരുപാട് പണികൾ ചെയ്തിരുന്നത് കൊണ്ട് ഇവർക്ക് ഇവരുടെ ഊർജം മുഴുവൻ കുട്ടിയിൽ കേന്ദ്രീകരിക്കാതെ ജോലി ചെയ്യുമ്പം അവർ സ്വാഭാവികമായിട്ടും ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഊർജത്തിൻ്റെ ഒരു ഭാഗം ജോലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുകയും കുട്ടിയിലേക്ക് എത്തുന്ന പോഷകത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുട്ടി സ്വാഭാവികമായിട്ടും ചെറുതായിരിക്കും. അപ്പോൾ ഇവർ ഈ അത്യധ്വാനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ പെൽവിക് ഏരിയ നല്ലതുപോലെ വികസിക്കും. കുനിഞ്ഞും നൂന്നും വെള്ളം കോരുകയും മുറ്റമടിക്കുക അതുപോലുള്ള ജോലികൾ ചെയ്യുകയും അരയ്ക്കുക, പിന്നെ കൃഷിപ്പണികൾ ചെയ്യുക, അതുപോലെ തന്നെ വിറക് ശേഖരിക്കുക, വിറക് വെട്ടി ഉണ്ടാക്കുക. സ്ത്രീകൾക്ക് അധ്വാനം കൂടുതലായിരുന്നു നേരത്തെ വീടുകളിൽ. ഒരുപാട് അധ്വാനിച്ചാലേ വീട്ടിലെ പല കാര്യങ്ങളും നടന്നു പോകത്തുള്ളായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സുഖകരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജോലികളെല്ലാം ആയാസരഹിതമായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം വീട്ടുകളിലുണ്ട്. അപ്പോൾ ഇവർക്ക് അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ 1-2 ഡെലിവറിക്ക് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ ഇത്രയും അത്യധ്വാനം ചെയ്യേണ്ടതായിട്ടോ നമുക്ക് തോന്നുന്നില്ല. കാര്യം നമുക്ക് ശാസ്ത്രം പുരോഗമിച്ചു. ഒരു റിസ്കി ആയിട്ടുള്ള പ്രസവമാണെങ്കിൽ പോലും അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലോട്ട് നമ്മുടെ വൈദ്യശാസ്ത്രം വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലങ്ങൾ കടന്നു പോകുന്തോറും നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു വികാസ പരിണാമം പെൽവിക് ഏരിയയിൽ സംഭവിക്കുന്നില്ല സ്ത്രീകൾക്ക്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് അത്യധ്വാനങ്ങൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഈ പെൽവിക് ഏരിയ വികസിച്ച് കൊടുക്കത്തില്ല. അപ്പം ഈ പരിണാമം നടക്കുന്ന കാലങ്ങൾ കഴിയുമ്പോഴേക്കും ഒരിക്കലും സ്ത്രീക്ക് സ്വാഭാവിക പ്രസവം നടക്കാത്ത സ്ഥിതിയിലോട്ട് വരും. എന്തെന്നാൽ ഇവരുടെ പെൽവിക് ഏരിയ ഒരിക്കലും വളരത്തില്ല, വികസിക്കത്തില്ല. അടുത്ത ജനറേഷൻ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വികാസം പെൽവിക് ഏരിയയിൽ അടുത്ത ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ, അങ്ങനെ ജനറേഷൻ കിടക്കും തോറും ഈ വികാസം സംഭവിക്കാതിരിക്കുകയും സ്വാഭാവിക പ്രസവം ഒരിക്കലും നടക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ഒരു പ്രസവവും നമുക്കൊരിക്കലും വീടുകളിലോ സിമ്പിളായിട്ടോ നമുക്ക് കരുതാൻ പാടില്ല. എങ്ങനെയാണോ ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ വ്യക്തമായിട്ടുള്ള സന്നാഹങ്ങളോട് കൂടിയ പ്രസവത്തിന് കാണാവൂ. കാര്യം ലാഘവത്തോടെ പ്രസവത്തെ കാണാൻ പാടില്ല. അതാണ് ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതൊരു മോശമായിട്ടുള്ളൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഒരിക്കലും നമുക്കിപ്പം നിങ്ങൾ ഈ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പെൽവിക് ഏരിയ വികസിക്കണം, അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കല്ലിലരച്ചാൽ മതി, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നല്ലപോലെ കുനിഞ്ഞെന്ന് വലിയ മുറ്റം അടിക്കണം, അതുപോലെ തന്നെ വിറക് വെട്ടി കീറണം, വെള്ളം കോരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിന് ചിലപ്പം അവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പെൽവിക് ഏരിയ വികസിപ്പിക്കാനുള്ള എക്സസൈസുകൾ അതുപോലുള്ള നൂതന മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നൂതന മാർഗങ്ങൾ ഉപയോഗിച്ച് പെൽവിക് ഏരിയ വികസിപ്പിച്ച് കൊണ്ടുവന്ന് ആ പ്രസവത്തെ ഈസിയാക്കി എടുക്കാം എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഓവറായിട്ട് ആഹാരം ഇൻടേക്ക് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാലും കുട്ടി ഒരുപാട് വളർന്നു പോകത്തില്ല. പക്ഷേ എന്നാൽ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുകയും വേണം. പണ്ടത്തെ കാലത്തെ ബർത്ത് റേറ്റ് കൂടുതലാണെങ്കിലും ഡെത്ത് റേറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടായിരുന്നു. കുട്ടികൾ മരിച്ചു പോകുമായിരുന്നു. ഒരു 10 പ്രസവിക്കുകയാണെങ്കിൽ അതിൽ 5 എണ്ണവും മരിച്ചു പോകും. ചിലപ്പോൾ 5 എണ്ണം ആയിരിക്കും രക്ഷപ്പെടുന്നത്. ആ 5 എണ്ണം രക്ഷപ്പെടുന്ന 5 എണ്ണത്തിൽ തന്നെ 2 3 ഒക്കെ ആയിരിക്കും വളർന്ന് വലുതാകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുട്ടികൾ മരിച്ചു പോകും.
പല പല അസുഖങ്ങൾ വന്നിട്ട്. ഇപ്പം ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് ഇപ്പം എന്താ പ്രതിരോധ കുത്തിവെപ്പുകളും ഒക്കെ വന്നു കഴിഞ്ഞത് കൊണ്ട് നമുക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി 19 വയസ്സ് വരെ ജീവിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് നമ്മുടെ മനുഷ്യരാശി നിലനിൽക്കുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ട് നമ്മളെ ഒരു ഡെലിവറിയും നമ്മൾ വീട്ടിൽ വെച്ച് നടത്തുമോ, നമ്മുടെ തോന്നിവാസത്തിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാരമ്പര്യ അറിവുണ്ട് ആ അറിവ് വെച്ചിട്ട് നടത്താമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. കാര്യം നമുക്ക് സ്വാഭാവികമായിട്ടും സുഖകരമായിട്ടുള്ള പ്രസവത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുദ്ധ തെമ്മാടിത്തരം. കാര്യം അത് മാടമ്പിത്തരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് മാമൂലുകൾ അടിച്ചേൽപ്പിക്കാനുള്ളതാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീ എന്നുള്ള ആ ഒരു വിശ്വാസം മാറ്റിയെടുക്കണം. കാര്യം നമുക്ക് ഒരുപാട് പഴയ കാലത്തെ നോളജുകളൊക്കെ കുറേ കഴിയുമ്പോൾ നമുക്ക് വരും. വളർന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ നോളജുകളൊക്കെ കിട്ടും. അങ്ങനെ ചെയ്താൽ പറ്റും, ഇങ്ങനെ ചെയ്താൽ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ നോളജ്. ഇന്നത്തെ കാലത്ത് നോളജിൻ്റെ അതിപ്രസരം കൊണ്ട് ഏത് നോളജ് എടുക്കണമെന്ന് പോലും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഏത് വഴി കൂടെ ആണെങ്കിലും ഒരുപാട് നോളജുകൾ വന്നുകൊണ്ടിരിക്കുക. ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് നമുക്കിനിയും വേണ്ടത്. തിരിച്ചറിവെന്ന് പറയുന്ന ഒരു സംഭവമാണ് വേണ്ടത്. അപ്പോൾ ആ തിരിച്ചറിവ് വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ വീക്ഷിക്കാൻ. എങ്കിലേ നമുക്ക് ശരിയായിട്ടുള്ളൊരു വഴി കൂടെ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് സുഖവും സ്വസ്ഥതയും പ്രദാനം ചെയ്യാനും നമുക്കും സ്വസ്ഥതയും സുഖവും പ്രദാനം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആധുനികതയുടെ വൈദ്യശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പഴമയിലേക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ശരിക്കും നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള കുറേ അറിവുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ. നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ അപ്ലൈ ചെയ്തോണം. മറ്റുള്ളവരുടെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഡെലിവറി അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യരുത്. നമുക്ക് അവരെ ആശുപത്രിയിലെത്തിച്ച് അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വിദഗ്ധമായിട്ടുള്ള സന്നാഹങ്ങളോടുകൂടി തന്നെ സുഖകരമായിട്ട് നടക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യണം. അതാണ് അതിൻ്റെ വാസ്തവം.